ബൈബിൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒരു നങ്കുരമാണ്. ദൈവിക പ്രത്യാശ ഒരു നങ്കുരം ഇവിടെ കൊണ്ട് തീരുന്നില്ല, അത് അങ്ങ് വരെ പോകും. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്നുള്ളത് ഇപ്പോൾ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇപ്പോൾ പ്രത്യാശ ഇപ്പോഴല്ല, വരുവാണ്. യെസ്, നടക്കും, പ്രവർത്തിക്കും. ഞാൻ അവനോട് കൂടി കോടാനുകൂടി വർഷം ജീവിക്കും. ഞാനൊരു നഷ്ടമല്ല. വചനം പറയുന്നത് ആകാശത്തിൽ കടന്നുപോയൊരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പ്രത്യാശയോടെ നാം മൂവ് ചെയ്യുന്നൊരു അനുഭവമാണ്. വിശ്വാസം ഇപ്പോഴാണ്. വിശ്വാസമുള്ള ഒരാള് ആ ദൈവം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് നടക്കുമെന്നല്ല. മാർത്ത കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് പുനരുത്ഥാനവും ജീവനും. മാർത്ത പറഞ്ഞു, എനിക്കറിയാം. ഒടുക്കത്തെ നാളിൽ കർത്താവ് പറഞ്ഞു, ഒടുക്കത്തെ നാളെന്നല്ല, അതിൻ്റെ അർത്ഥം നിന്റെ മുമ്പിൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഒടുവല്ല. ഞാൻ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ ഇനി വർഷങ്ങൾ കഴിഞ്ഞല്ല. ചില കുടുംബങ്ങളോട്, ചില ജീവിതങ്ങളോട് ദൈവം പറഞ്ഞു, നാളെയല്ല, വിശ്വാസം ഇന്ന് അതാ വചനം പറഞ്ഞത്, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. ഇന്നാണ് ദൈവപ്രവൃത്തി, നാളെയല്ല. അതത് ദിവസത്തിന് അതതിൻ്റെ ദോഷം മതി. ഓരോ ദിവസവും ആ കൃപ ആ പ്രഭാതത്തിൽ തുടങ്ങുകയാണ്. നാളെയല്ല, ഫെയ്ത്ത് ഇന്നാണ്, പ്രത്യാശ നാളെയാണ്. എൻ്റെ കർത്താവ് വരും, അത് ഇന്നും നടക്കും. ഞാൻ അവനോട് കൂടാനുകൂടി വർഷം ഞാൻ ജീവിക്കും. ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു. ഒന്നിച്ച് കർത്താവിനോട് കൂടാനുകൂടി വർഷം. വിശ്വാസം ഇന്നാണ്, ഇന്ന് പ്രവർത്തി. നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ വിശ്വാസമെന്ന് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ദൈവം പറഞ്ഞെങ്കിൽ ഇന്ന് മന്ന പൊഴിയുന്നു, ഇന്ന് മന്ന പൊഴിയും. ഇന്ന് അത്ഭുതം നടക്കുന്ന ഒരാൾ നിന്നോട് ദൂത് പറഞ്ഞാൽ ഇന്നാണ് പ്രതീക്ഷിക്കണത്. ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ പ്രതീക്ഷിക്കണം. ആ വിശ്വാസം, നീ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ ഒരു വാക്ക് പറഞ്ഞാൽ യെസ്, ഞാൻ പോകും, തൊങ്ങല്ലെങ്കിലും തൊടും, ഞാൻ സൗഖ്യം പറയാം. വിശ്വാസം ഇപ്പോഴുള്ളതാണ്. ദൈവശക്തി കേൾക്കുന്ന നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം നിങ്ങൾ പുറത്തു വരികയാണ്. നിങ്ങളേത് കവിയത്തില്ല. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പ്രവർത്തിച്ചില്ലേ നാളെ. പ്രത്യാശയാണ്, നങ്കുരമായ പ്രത്യാശ. കൂടാനുകൂടി വർഷം കർത്താവിനോട് ജീവിക്കും. ഞാനൊരു നഷ്ടമല്ല. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവം എന്നോട് കൂടെയുണ്ട്. ഇന്ന് പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. മാർത്ത പറഞ്ഞ പോലെ ഒടുക്കത്തെ നാൾ വരെ നോക്കിയിരിക്കേണ്ട. ഇന്ന് കർത്താവിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി, ഇന്ന് കർത്താവിൻ്റെ സ്നേഹം നിനക്ക് വേണ്ടിയുണ്ട്. ഇന്നൊരു ദൈവപ്രവർത്തനക്ക് വേണ്ടിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് മറക്കല്ലേ. കാണും വരെ സർവശക്തനായ ദൈവൻ്റെ ചെറുകടി നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.